വടക്കാഞ്ചേരി അമ്പലപ്പുറത്ത് UDF വനിതാ സ്ഥാനാർത്ഥിയുടെ വീടിന് നേരെ ആക്രമണം നടന്നതായി പരാതി. മുറ്റത്ത് 4ഓളം വാഹനങ്ങൾ നിർത്തിയിട്ടിരുന്ന വീടിന്റെ സിറ്റൗട്ടിലേക്ക് മാലപ്പടക്കം എറിഞ്ഞു. ചെടിച്ചട്ടികൾ വാരി വലിച്ചിട്ടു. കാർ പോർച്ചിൽ നിർത്തിയിട്ട കാറിനും കേടുപാടുകൾ സൃഷ്ടിക്കാൻ ശ്രമിച്ചതായി UDF സ്ഥാനാർത്ഥിയും വീട്ടുടമയായ TN ലളിത ടീച്ചർ പറഞ്ഞു. സംഭവത്തിനു പുറകിൽ എതിർ പാർട്ടിയിൽപ്പെട്ടവരാണെന്നും ലളിത ടീച്ചർ ആരോപിച്ചു. വടക്കാഞ്ചേരി നഗരസഭയിൽ നിന്നും മണക്കുളം ഡിവിഷനിൽ നിന്ന് UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച ലളിത തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടിരുന്നു. വിവരമറിഞ്ഞ് പ്രതിഷേധവുമായി UDF നേതാക്കൾ സ്ഥലത്തെത്തി. സംഭവത്തിന് പുറകിൽ CPM ആണെന്ന് DCC സെക്രട്ടറി K അജിത് കുമാർ ആരോപിച്ചു. ഇന്നലെ രാത്രി ഒരു 8 മണി കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ആ സമയത്ത് എതിർ സ്ഥാനാർത്ഥിയുടെ ജാഥകം ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ പടിക്കലിങ്ങനെ കണ്ടമാനം പടക്കം എൻ്റെ വീടിൻ്റെ മുറ്റത്ത് വന്ന് എൻ്റെ സിറ്റ് ഔട്ടിൽ പടക്കം പൊട്ടുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. ഒരുപാട് നേരം, ഒരു അരമണിക്കൂർ എൻ്റെ വീട്ടിൻ്റെ പടിക്കലും എൻ്റെ വീട്ടിലായിട്ട് അവർ പടക്കം എറിഞ്ഞ് പൊട്ടിച്ചു. എൻ്റെ സ്കൂൾ വണ്ടികൾ എടുക്കുന്നുണ്ട്, എൻ്റെ കാറ് കിടക്കുന്നുണ്ട്. അതൊക്കെ അപകടം പറ്റാവുന്ന ഒരവസ്ഥയിലാണ് അവർ പടക്കം എറിഞ്ഞിരുന്നത്. പിന്നെ ഞാൻ പേടിച്ചിട്ട് വാതിൽ തുറന്നില്ല. ഞാൻ ഒറ്റയ്ക്കുള്ളൂ ഇവിടെ, അതുകൊണ്ട് ഞാൻ വാതിൽ തുറന്നില്ല. അപ്പോൾ ഇത്രമാത്രം അക്രമങ്ങളാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സാധാരണ ഒരു സ്ഥാനാർത്ഥി ജയിക്കും, ഒരു സ്ഥാനാർത്ഥി തോൽക്കും, അതൊക്കെ സാധാരണയാണ്. എന്നാൽ ഇങ്ങനെയുള്ള അക്രമങ്ങൾ ഇവരുടെ ഭാഗത്തുനിന്ന് എനിക്ക് ധാരാളം ഉണ്ടായി. ടീച്ചർ തൊട്ടപ്പുറത്തെ വാർഡിലെ 35-ാം വാർഡിലെ സ്ഥാനാർത്ഥിയായിരുന്നു. ടീച്ചർ മത്സരത്തിൽ പരാജയപ്പെട്ടു. പക്ഷേ ഇന്നലെ CPMൻ്റെ പ്രവർത്തകർ ഈ വീടിൻ്റെ പടി കടന്നു വന്ന് ഇവിടെ സിറ്റ് ഔട്ട് മുതൽ ഇങ്ങോട്ട് മുഴുവൻ പടക്കം പൊട്ടിച്ച് ഒറ്റയ്ക്ക് ഒരു സ്ത്രീ താമസിക്കുന്ന വീടാണ്. സ്ത്രീകളുടെ സംരക്ഷണം സുരക്ഷ ഉറപ്പുവരുത്തുന്ന പിണറായി സർക്കാർ ഈ സംസ്ഥാനം ഭരിക്കുന്നു. സ്ത്രീകളുടെ സുരക്ഷയാണ് പ്രധാനമെന്നാണ് മുഖ്യമന്ത്രി നായികയ്ക്ക് 40 വട്ടം പറയാം.